2034 സൗദി അറേബ്യ വേദിയാവുന്ന ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് മദ്യം അനുവദിക്കില്ലെന്ന് സൗദി അറേബ്യൻ അംബാസഡർ. യുകെയിലെ സൗദി അറേബ്യൻ അംബാസഡറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്റ്റേഡിയങ്ങൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങി ഒരിടത്ത് പോലും മദ്യം ലഭിക്കില്ലെന്നും അംബാസഡറായ അമീർ ഖാലിദ് പറഞ്ഞു. ടൂർണമെന്റിൽ ആൽക്കഹോൾ അനുവദിക്കില്ല. മദ്യത്തിന്റെ ലഹരിയില്ലാതെ തന്നെ ഫുട്ബോളിന്റെ അങ്ങേയറ്റത്തെ ലഹരി ആസ്വദിക്കാമല്ലോ. ആൽക്കഹോൾ ഇല്ലാതെയും ഒരുപാട് ആസ്വാദനം സാധ്യമാണ്. ഇത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നേയല്ല. മദ്യപിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിട്ട ശേഷമാകാം. ഞങ്ങൾ അതനുവദിക്കില്ല. എല്ലാവർക്കും അവരുടേതായ സംസ്കാരമുണ്ട്. ഞങ്ങളുടെ മഹത്തായ സംസ്കാരത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഭൂമിയിലെ മുഴുവൻ ജനങ്ങളെയും സൗദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ അങ്ങേയറ്റം സന്തോഷമേ ഉള്ളൂ. മറ്റാർക്കെങ്കിലും വേണ്ടി ആ സംസ്കാരത്തെ മാറ്റിമറിക്കണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും അമീർ ഖാലിദ് വിശദീകരിച്ചു. 2034 ലോകകപ്പ് സൗദി അറേബ്യയിലാണെന്ന് ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫ ഡിസംബർ 11 പ്രഖ്യാപിച്ചത്. 48 ടീമുകളെ അണിനിരത്തി ലോകകപ്പ് വികസിപ്പിച്ചതിനു ശേഷം ആദ്യമായാകും ഒരു രാജ്യം ഒറ്റയ്ക്ക് ലോകകപ്പിന് വേദിയൊരുക്കുന്നത്. റിയാദ്, ജിദ്ദ, അൽഗോബോർ, അബുഹ, നിയോം എന്നീ 5 നഗരങ്ങളിലെ 15 സ്റ്റേഡിയങ്ങളിലായാവും സൗദിയിലെ ലോകകപ്പ് അരങ്ങേറുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.